പബ്ജി, ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി. ഇവർക്കൊക്കെ മുൻപ് എൻ്റെ അടുത്ത് വന്നത് നീയാ. സബ്വേ സർഫർ, ടെമ്പിൾ റൺ, ഡോക്ടർ പാർക്കിംഗ് എന്നീ ഗെയിമുകളൊക്കെ കളിച്ച് ശീലിച്ച നമ്മുടെയൊക്കെ ആദ്യകാല മൊബൈൽ ഗെയിമിങ്ങിൽ പിന്നീട് വലിയൊരു വിപ്ലവവും മാറ്റവും കൊണ്ടുവന്നതും സോളോ ഗെയിംസ് കളിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ജനറേഷന്റെ ഗെയിമിംഗ് രീതി മുഴുവനായിട്ട് മാറ്റിയതും ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിംസ് എന്ന ലോകത്തിലേക്ക് ഒരു ജനറേഷനെ മൊത്തം കൊണ്ടുപോയതും ക്ലാഷ് ഓഫ് ക്ലാൻസ് ആയിരുന്നില്ലേ? ഒരു കൂട്ടം പേരുടെ പ്രയത്നവും നിങ്ങൾക്കറിയാത്ത രഹസ്യങ്ങളും വലിയൊരു അപ്സ് ആൻഡ് ഡൗൺസും സിയോസിക്കുണ്ട്. ലെറ്റ്സ് സീ. യൂഷ്വലി എപ്പോഴും ഉണ്ടാവുന്ന പോലെ കുറേ നാൾ സ്ട്രഗിൾ ചെയ്ത് അവസാനം രക്ഷപ്പെട്ട ഒരു കമ്പനിയുടെയോ ഫൗണ്ടേഴ്സിൻ്റെയോ കഥ പോലെയല്ല ഇവിടെ. സൂപ്പർ സെല്ലിൻ്റെ കാര്യത്തിൽ സംഭവം കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇൽക്ക പനാനൻ എന്നൊരു വ്യക്തി വർഷം 2000 കരിയറിൻ്റെ തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ അൺപെയ്ഡ് ജോബിന് അപ്ലൈ ചെയ്യുകയും വളരെ അപ്രതീക്ഷിതമായിട്ട് ആ കമ്പനിയിലെ CEO ആവാനുള്ള അവസരം വരികയാണ്. അങ്ങനെ ആ പൊസിഷനിൽ ഇൽക്ക പനാനൻ ജോയിൻ ചെയ്ത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ സുമി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഒരു പ്രോഫിറ്റബിൾ കമ്പനിയായി മാറി. പക്ഷേ ബ്യൂറോക്രസിയുടെ കൈകടത്തൽ കാരണം ഫ്രസ്ട്രേറ്റഡ് ആയ ഇൽക്ക അവിടെ നിന്ന് റിസൈൻ ചെയ്ത് മറ്റുള്ളവരുടെ പവറിൽ ബന്ധിതനാവാതെ സ്വന്തമായി ഒരു കമ്പനി ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ കോ-ഫൗണ്ടറും CEOയുമായി 2010 സൂപ്പർ സെൽ എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഇൽക്കയുടെ സൂപ്പർ സെല്ലിനെ കുറിച്ചുള്ള ഐഡിയ തന്നെ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയി സ്വന്തം ക്രിയേറ്റിവിറ്റിയെ അൺലീഷ് ചെയ്യണമെന്നായിരുന്നു. ഇൻഫാക്ട് ഇൽക്ക അയാളെ തന്നെ വിളിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും അധികാരം കുറഞ്ഞ CEO എന്നായിരുന്നു. അങ്ങനെ സൂപ്പർ സെൽ ആദ്യം 2011 Genshin.net എന്ന ബ്രൗസിംഗ് ഗെയിം ലോഞ്ച് ചെയ്യുകയും ഒരു പുതിയ സ്റ്റുഡിയോയുടെ ആദ്യത്തെ ഗെയിം ആയിട്ടുകൂടി പീക്ക് ടൈമിൽ 500,000 മന്ത്ലി പ്ലെയേഴ്സ് അവർക്കുണ്ടായിരുന്നു. അതിന് കാരണം അവരുടെ ഫ്രഷ് ഐഡിയ ആണ്. അതായത് ഒരു PC ഗെയിം കളിക്കുന്ന ഫീലിൽ ഒരു ബ്രൗസർ ഗെയിം കളിക്കാൻ യൂസേഴ്സിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഒരു ഈസി ആക്സസ് ആയിരുന്നു. കാരണം അവിടെ ഒരു വലിയ ഇൻസ്റ്റാളേഷന്റെ ആവശ്യം വന്നിരുന്നില്ല. പക്ഷേ ഐഡിയ ഫ്രഷ് ആയിരുന്നെങ്കിലും ഈസി ടു ആക്സസ് ആയിരുന്നെങ്കിലും കുറെ പേർ ട്രൈ ചെയ്തിരുന്നെങ്കിലും ഗെയിമിനകത്ത് യൂസേഴ്സിനെ എൻഗേജ് ചെയ്യിക്കാനുള്ള വലിയ എലമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സത്യം കാരണം അധിക കാലമൊന്നും നിലനിൽക്കാൻ ഗണിഷിന് സാധിച്ചില്ല. ഗണിഷിന് മങ്ങിപ്പോവാൻ മറ്റൊരു വലിയ റീസൺ കൂടി ഉണ്ടായിരുന്നു. ബ്രൗസർ ഗെയിംസിൽ നിന്നും മൊബൈൽ ഗെയിംസിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടി ആയിരുന്നു അത്. ആംഗ്രി ബേർഡ്സ് ഒക്കെ ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുന്ന കാലം. അത് മനസ്സിലാക്കിക്കൊണ്ട് സൂപ്പർ സെല്ല് 2012 തന്നെ ഗൺഷൻ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. ഒരു വലിയ തീരുമാനമെടുത്തുകൊണ്ട്. ദാറ്റ് ഈസ് കാലത്തിനനുസരിച്ച് മാറുക എന്നൊക്കെ പറയില്ലേ, അത്. അങ്ങനെ ആദ്യത്തെ ഗെയിം ഒരു വലിയ വിജയമൊന്നും ആവാതെ പോയപ്പോൾ എല്ലാ കമ്പനിയെയും പോലെ ഇനിയൊരു നല്ല ബ്രൗസർ ഗെയിം ഡെവലപ്പ് ചെയ്തുകൊണ്ട് തിരിച്ചു വരണമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇനി മൊബൈൽ ഗെയിംസ് ആണ് ഫ്യൂച്ചർ എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുകയാണ് സൂപ്പർ സെല്ല്. അങ്ങനെ 2012 തന്നെ ആദ്യ ഗെയിമിനായി അവരുടെ കയ്യിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇറ്റ്സ് സോ സിമ്പിൾ. പെറ്റ്സിനായ ഒരു വില്ലേജ് ഉണ്ടാക്കുകയും അത് ഓക്സ് അഥവാ ക്രൂരന്മാരായ എനിമീസിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സിമ്പിൾ ഐഡിയ. അങ്ങനെ ഡെവലപ്മെന്റ്സിന് ശേഷമുള്ള ടെസ്റ്റിംഗിൽ സൂപ്പർ സെൽ ഒരു ആശയക്കുഴപ്പത്തിലെത്തുകയാണ്. ഓക്സ് അഥവാ എനിമീസിന്റെ കാര്യത്തിൽ അവർ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ ക്യൂട്ട് ആൻഡ് ഫണ്ണി ആയിട്ടുള്ള പെറ്റ്സിന്റെ സോഫ്റ്റ് സൈഡ് അവരുടെ ഐഡിയയുടെ ഒരു ഫാക്ടറിനെ സംതൃപ്തിപ്പെടുത്തിയില്ലായിരുന്നു. ഒരു എപ്പിക് ബാറ്റിൽ വൈബ് എന്ന ഫാക്ടറിനെ. സോ ഗെയിമിൽ ആ ഒരു വൈബ് കിട്ടാത്തതുകൊണ്ട് തന്നെ അവർ അതിൽ റീവർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയത്തായിരുന്നു സൂപ്പർ സെല്ലിലെ മറ്റൊരു ടീം ഹെയ്ഡേ എന്ന് പറഞ്ഞൊരു ഗെയിം കൂടി ഡെവലപ്പ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്, ദ ലോർ ഓഫ് ക്ലാഷ് ഓഫ് ക്ലാൻസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നതിനിടയിൽ ഒരു ഐലൻഡിൽ പെട്ടുപോവുകയാണ്. അവരങ്ങനെ അവസാനം അവിടെ ഒരു പുതിയ വില്ലേജ് ഉണ്ടാക്കുന്നു. അവിടെ റിസോഴ്സസിനായി സ്വർണ്ണ ഖനികളും മറ്റും ഒരു ബിൽഡറുടെ സഹായത്തോടെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ചെറിയ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കവേ പെട്ടെന്നൊരു ദിവസം മറ്റൊരു വില്ലേജ് നമ്മളുടെ സ്വർണവും റിസോഴ്സസും മോഷ്ടിക്കാൻ വേണ്ടി നമ്മളുടെ വില്ലേജ് ആക്രമിക്കാൻ വരുന്നു. ആൻഡ് ആ ഒരു പോയിന്റിൽ നമ്മൾ ആ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വില്ലേജ് മറ്റു വില്ലേജുകളെ പോലെ വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റാൻ നമ്മളും മറ്റുള്ളവരെ ആക്രമിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് എ ലൂപ്പ്. ഡിഫെൻഡ് ആൻഡ് അറ്റാക്ക് ആൻഡ് മേക്ക് പ്രോഗ്രസ്. വെറും ഒരു കനോണിൽ തുടങ്ങുന്ന ഈ ഒരു ഡിഫെൻസ് പിന്നീട് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നു നമ്മുടെ പ്രയത്നം കൊണ്ടും ഏറ്റവും അധികം സമയം കൊണ്ടും മാത്രം. ക്ലാഷ് ഓഫ് ക്ലാൻസിനെ കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ സൂപ്പർ സെൽ ഇതെങ്ങനെ നമ്മൾ ഇത്രയും എൻഗേജിങ്ങും അഡിക്റ്റീവും ആക്കി എന്നതിനുള്ള ഒരു 4 റീസൺസ് എനിക്ക് ലഭിച്ചു. അതിൽ ആദ്യത്തേത് നമ്മൾ മനുഷ്യന്മാരുടെ എവല്യൂഷനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. ആൻഷ്യൻ ടൈമിൽ നമ്മൾ പലരും ഇങ്ങനെ ഫ്രം സ്ക്രാച്ചിൽ നിന്നും തുടങ്ങിയതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ലെവലിലേക്ക് എത്തിയത്. നമ്മൾ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ നമ്മുടെ രീതിയിൽ ഉണ്ടാക്കി അങ്ങനെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്താണ് ഇത്രയും ടെക്നോളജിയുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ പതുക്കെ എത്തിയത്. അൺകോൺഷ്യസ് ലെവലിൽ ഒരു റിലേറ്റബിലിറ്റി ഇത് കാരണം നമുക്ക് ഈ ഒരു ഗെയിമിന്റെ സ്ട്രക്ചറിനോട് ഫീൽ ചെയ്യും. രണ്ടാമത്തേത് ലീഡർഷിപ്പാണ്. വില്ലേജ് നമ്മുടെ മാത്രമാണെന്നും നമ്മളാണ് അവിടുത്തെ രാജാവ്, നമ്മളാണ് അതിന്റെ ചീഫ് എന്ന തോന്നൽ നമുക്ക് വളരെ ആഴത്തിലുണ്ടാകും. ആ ഒരു രീതിയിലാണ് ക്ലാഷ് ഓഫ് ക്ലാൻസിന്റെ സ്ട്രക്ചർ. അവിടെ ഗെയിമറിനെ അല്ലെങ്കിൽ യൂസറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പോലും ചീഫ് എന്ന് വിളിച്ചുകൊണ്ടാണ്. സോ ദാറ്റ് മേക്സ് അസ് ഇൻട്രസ്റ്റിംഗ്.
മൂന്നാമത് മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആവണമെന്ന തോന്നലും അതിനു വേണ്ടിയുള്ള കോൺസ്റ്റന്റ് എഫേർട്ടും നമ്മളിടും. കാരണം ഈ ഗെയിമിലുള്ള എല്ലാവരും റിയൽ പ്ലേയേഴ്സ് ആണ്. നമ്മുടെ ബേസ് നമ്മുടെ ഫ്രണ്ടിനേക്കാളും ക്ലാൻ ലീഡറെക്കാളും ഒക്കെ ബെറ്റർ ആവണമെന്ന തോന്നല് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ക്രിയേറ്റിവിറ്റി. ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒരു 100% സ്ട്രാറ്റജി ബേസ്ഡ് ഗെയിമാണ്. സോ അറ്റാക്ക് ചെയ്യുന്നതും ബിൽഡ് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും സ്ട്രാറ്റജിയും യൂസ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ. അങ്ങനെ 2012 ആപ്പ് സ്റ്റോറിലും 2013 ആൻഡ്രോയിഡിലും ഗ്ലോബലി റിലീസായ ക്ലാഷ് ഓഫ് ക്ലാൻസ് വിത്തിൻ മന്ത്സ് ആപ്പ് സ്റ്റോറിലെ ടോപ്പ് ഗ്രോസർ ഗെയിമായി മാറി. തുടക്കത്തിൽ തന്നെ ആൾക്കാർ ഗെയിമിൽ സമയവും പൈസയും സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയതും ഹ്യൂജ് റവന്യൂ നേടിക്കൊടുത്തു സൂപ്പർ സെല്ലിന്. ആ ഒരു റവന്യൂ എത്രയാണെന്ന് കൃത്യം പറയാനാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ഡെയിലി ഒരു 3000 രൂപ വെച്ച് കിട്ടുന്ന ഒരു ജോബിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും അല്ലേ? സൂപ്പർ സെല്ലിന്റെ അന്നത്തെ ഒരു ദിവസത്തെ വരുമാനം $1 മില്യൺ പെർ ഡേ ആയിരുന്നു. 8.5 കോടി രൂപ ഒരു ദിവസം. ഏർണിങ്സ് ഇത്രയും ഹ്യൂജ് ആവാൻ ഇവർ ഇംപ്ലിമെന്റ് ചെയ്ത മറ്റൊരു സ്ട്രാറ്റജി ആയിരുന്നു ടൈം വേഴ്സസ് മണി ലൂപ്പ്. യൂസേഴ്സിന് ഏറ്റവും വെയിറ്റ് ചെയ്യിപ്പിച്ചിരുന്നത് ഗെയിമിന്റെ ബിൽഡിങ്ങിലെ അപ്ഗ്രേഡ് ടൈം തന്നെയായിരുന്നു. മാക്സിമം 16 ദിവസം വരെ നീളുന്ന ഈ ഒരു ടൈം പക്ഷെ നമ്മുടെ കയ്യിൽ ജെംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ഈസിയായി ജെമ്മ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റന്റ് ആയി തീർക്കാം. എന്നിട്ട് നമ്മുടെ ബേസ് ഓൾഡസ്റ്റ് പ്ലേയേഴ്സിനേക്കാൾ മുന്നിലേക്ക് എത്തിക്കാമായിരുന്നു. ആ ഒരു സൈക്കോളജിക്കൽ ടൈം വേഴ്സസ് ലൂപ്പ് സ്ട്രാറ്റജി നന്നായി തന്നെ വർക്കായി. പൈസ ഉള്ളവരൊക്കെ മണി ഓവർ ടൈം തിരഞ്ഞെടുത്തു. ആൻഡ് സൂപ്പർ സെൽ മെയ്ഡ് മില്യൺസ്. പിന്നീട് ഓരോ അപ്ഡേറ്റുകളിലും ഗെയിം ബെറ്റർ ആക്കി കൊണ്ടുവന്ന് ക്ലാൻസ് കൂടി വന്നത് വളരെ വലിയൊരു മൈൽ സ്റ്റോൺ ആയി മാറി. ഈവൻ കേരളത്തിൽ പോലും അന്ന് ഒട്ടുമിക്ക ഒരു സെറ്റ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അതിലെല്ലാത്തിലും ഒരു ക്ലാൻ ഉണ്ടാകുമായിരുന്നു. അവർക്കെല്ലാവർക്കും ആ ക്ലാനിനോടൊരു കമ്മിറ്റ്മെന്റും ഉണ്ടായിരുന്നു. സോളോ പ്ലേയിങ്ങിൽ നിന്നും ഗ്രൂപ്പായി ഒരു സാമ്രാജ്യം ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് ഗെയിം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി. ഓൾറെഡി ഡോപ്പമൈൻ കിട്ടാൻ കുറെ ഫാക്ടേഴ്സ് ഗെയിമിൽ ഉണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ള ക്ലാനുകളോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നതും യൂസറിന് വലിയൊരു ഡോപ്പമൈൻ ഗെയിനിങ് ആയി. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം, നിങ്ങളൊരു പണ്ടത്തെ ക്ലാഷ് ഓഫ് ക്ലാൻസ് പ്ലെയർ ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് 100% റിലേറ്റബിൾ ആയിരിക്കും. അന്നൊക്കെ ഒരു ബിൽഡിങ്ങിന്റെ അപ്ഗ്രേഡ് അപ്പ് കഴിയുന്നോ അതിനനുസരിച്ച് അലാറം വെച്ചോ ഉറക്കത്തിൽ നിന്ന് രാത്രി ഫോഴ്സ്ഫുള്ളി എഴുന്നേറ്റോ അടുത്ത ബിൽഡിങ്ങിന്റെ അപ്ഗ്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലം അത് നിങ്ങൾക്കും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഇത്രയും റൈസിൽ നിൽക്കുന്ന ഈ ഒരു ഗെയിമിന് 2017 താഴേക്ക് പോവേണ്ടി വന്നു. അതിന് കാരണം ഈ ഗെയിം ടോപ്പിലേക്ക് എത്തിച്ച സൂപ്പർ സെല്ല് തന്നെയാണ്. ഡൗൺഫോളിന്റെ ഫാക്ടേഴ്സ് നോക്കാനാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു റിപ്പീറ്റീവ്നെസ് പതുക്കെ ആൾക്കാരെ മടുപ്പിക്കാൻ തുടങ്ങി. സെയിം ടെംപ്ലേറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് പലരുടെയും ഇൻട്രസ്റ്റ് കുറഞ്ഞു വന്നു. അപ്ഗ്രേഡ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്തത് ഒരു വിരസത കൊണ്ടുവന്നു. എന്നിരുന്നാലും ക്ലാൻ വാറൊക്കെ അന്ന് വലിയൊരു ആശ്വാസമായിരുന്നു. അതിന്റെ കൂടെ ഒരു അപ്ഗ്രേഡിന് വേണ്ടി ദിവസങ്ങളോളം കാത്തിരിക്കുന്നത് പതുക്കെ ആൾക്കാർക്ക് മടുക്കാൻ തുടങ്ങി. ആൻഡ് ആ ഒരു മടുപ്പ് മാറ്റാൻ കൊണ്ടുവന്ന ബിൽഡർ ബേസ് അപ്ഡേറ്റ് അഥവാ മറ്റൊരു ഐലൻഡിൽ പുതിയൊരു ബേസ് ബിൽഡ് ചെയ്യുന്നത് അതൊരു നല്ല കൺസെപ്റ്റ് തന്നെ ആയിരുന്നെങ്കിലും അതിന്റെ എക്സിക്യൂഷൻ ഗെയിമിന്റെ ഒതന്റിസിറ്റിയെ നന്നായി ബാധിച്ചു. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ആ ഒരു എപ്പിക് ബാറ്റിൽ വൈബ് കിട്ടാതിരുന്ന പെറ്റ്സ് ആൻഡ് ഡോഗ്സിൽ നിന്നും അവർ ഇത്രയും നല്ലൊരു കിടിലൻ ബാറ്റിൽ ഗെയിം ഉണ്ടാക്കി ബിൽഡർ ബേസ് കൊണ്ടുവന്ന് ആ ഒരു എപ്പിക് സ്റ്റൈല് നഷ്ടപ്പെടുത്തി. കുറെ കൂടി കാർട്ടൂണിഷ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയി കാര്യങ്ങളൊക്കെ. പിന്നെ ആൻഡ് മറ്റൊരു ഫാക്ടറാണ് സ്ഥിരം എല്ലാ ഗെയിമിനെയും നശിപ്പിക്കുന്ന ആ ഒരു കാര്യം, പേ ടു വിൻ. ഓൾറെഡി റിപ്പീറ്റീവ്നെസ് കാരണം എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടു നിൽക്കുന്ന യൂസേഴ്സിന്റെ ഇടയിലേക്ക് ഗോൾഡ് പാസ്, ഇവന്റ് പാസ്, ഹീറോ സ്കിന്ന് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഓരോ അപ്ഡേറ്റിലും പൈസ കൊടുത്ത് മാത്രം ഇൻട്രസ്റ്റിംഗ് ആവുന്ന കുറേ സംഭവങ്ങളും കൂടുന്നു. ലിറ്ററലി ഓരോ അപ്ഡേറ്റിലും യൂസേഴ്സിനെ വെറുപ്പിക്കുക തന്നെയായിരുന്നു സൂപ്പർ സെല്ല്. ഹീറോസിനെ മെയിൻ ക്യാരക്ടേഴ്സ് ആക്കിയിട്ടും ട്രെയിനിങ് ടൈം റിമൂവ് ചെയ്തിട്ടും ജംസ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവരൊക്കെ ഉണ്ണാക്കന്മാരാക്കിയിട്ടും അങ്ങനെ ചുരുക്കി പറഞ്ഞ ക്ലാഷ് ഓഫ് ക്ലാൻസിന്റെ കോർ എലമെന്റ് ആയ വലിയ എതിരാളികളിൽ നിന്നും ഡിഫെൻഡ് ചെയ്യുക, നമ്മളെക്കാൾ പവർഫുൾ ആയിട്ടുള്ളവരെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കുക എന്ന കോർ എലമെന്റ് മാത്രം ബാക്കി വെച്ച് ബാക്കിയൊക്കെ ചേഞ്ചായി. പിന്നെ ലോക്ക്ഡൌണിൽ പബ്ജിയും ഫ്രീ ഫയറും ട്രെൻഡ് ആയതോടുകൂടി എല്ലാവരും അതിന്റെ പുറകെയായി. ക്ലാഷ് ഓഫ് ക്ലാൻസ് പലരും മറന്നുപോയി എന്ന് തന്നെ പറയാം. പക്ഷെ സ്റ്റിൽ പലരും ഇടയ്ക്കിടയ്ക്ക് റീഇൻസ്റ്റാൾ ചെയ്ത് ഗെയിമിൽ കയറാറുണ്ട്. കാരണം പലരുടെയും ഒരു വലിയ നൊസ്റ്റാൾജിയ ഫാക്ടർ ആയിരുന്നു അവരുടെ ക്ലാനും ആ ഒരു ക്രിയേറ്റീവ് ബേസും. അതിനുശേഷം 2024 ഗെയിം ടോട്ടലി ചേഞ്ചായി. ആക്ച്വലി അത് കമ്പനിക്ക് നല്ലൊരു റേസ് പിന്നെയും നൽകി. ഇപ്പം മില്യൺസ് ഓഫ് പുതിയ യൂസേഴ്സ് COCക്ക് ഉണ്ട്. ഇന്ന് 105 മില്യൺ മന്ത്ലി യൂസേഴ്സും ഏവറേജ് ഒരു 26 മില്യൺ ഡെയിലി യൂസേഴ്സും വെച്ച് നല്ലൊരു പ്രോഫിറ്റബിൾ ഗെയിമായി തന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസ് മുന്നോട്ട് പോകുന്നു. കാരണം ഈ ഒരു ഗെയിമിന്റെ കോർ ഐഡിയ തന്നെയാണ് എല്ലാ കാലത്തും നമുക്ക് ഇമോഷണലി ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന ഒരു ഗെയിം സ്ട്രക്ചർ. ക്ലാഷ് ഓഫ് ക്ലാൻസിന്റെ യൂട്യൂബിലെ സ്റ്റോറി വീഡിയോസിനും നല്ലൊരു ഹ്യൂജ് ഓഡിയൻസ് തന്നെ ഉണ്ടായിരുന്നു. അതിലെ എല്ലാ ട്രൂപ്പിംഗ് ക്യാരക്ടേഴ്സിനും ഒരു ഫാൻ ബേസ് പോലും എല്ലാ കാലത്തും ഉള്ളതാണ്. സൂപ്പർ സെല്ലിന്റെ ഈ ഒരു ഉയർച്ചയും താഴ്ചയും കണ്ട്
നമ്മൾക്ക് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അന്ന് ഒരു CEO പൊസിഷനിൽ നിന്നും റിസൈൻ ചെയ്യാൻ ഇൽക്കാപ്പനാന് കാണിച്ച റിസ്ക്കും ബ്രൗസിംഗ് ഗെയിമിൽ സ്റ്റിക്ക് ചെയ്യാതെ ഫ്യൂച്ചർ മനസ്സിലാക്കിക്കൊണ്ട് മൊബൈൽ ഗെയിംസിലേക്ക് തിരിഞ്ഞതും. ഹീസ് നൗ എ ബില്യണർ. ജീവിതത്തിൽ റിസ്ക്കും മാറ്റങ്ങളും ആവശ്യമാണ് വലിയൊരു ഉയർച്ചയിലേക്ക് എത്താൻ. വാട്ടെവർ. ഡൗൺഫോളിന് ശേഷം യൂസേഴ്സിന്റെ റിവ്യൂസിനെ റെസ്പെക്ട് ചെയ്ത് ഇപ്പോൾ യൂസേഴ്സിന്റെ ഒപ്പീനിയൻസിനനുസരിച്ച് അപ്ഡേറ്റ്സ് വരുന്ന ഒരു ഗെയിമാണ് ക്ലാഷ് ഓഫ് ക്ലാൻസ്. നമ്മുടെ ഓഡിയൻസിനെ റെസ്പെക്ട് ചെയ്യണമെന്നുള്ളൊരു പാഠം ഞാനും ഇതിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് നിങ്ങളോടൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരേക്കും ലവ് യു ഓൾ. ബൈ ബൈ.